ഹലോ, ഞാൻ ആനിയല്ല, ആനിയുടെ അപ്പച്ചൻ വക്കച്ചൻ. അവളല്ല, അവിടെ അപ്പനാ. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ കാത്തിരിക്കുക. അവൾക്കും കാണാൻ തുടക്കമായി. അല്ല, ചെക്കനാണോ ചെക്കൻ്റെ അപ്പച്ചനാണോ ആദ്യം വരുന്നേ? ചെക്കൻ്റെ അപ്പാപ്പൻ. ഹായ്, ഓക്കെ. അവര് പറഞ്ഞു നീ കേട്ടോ? ഞാനെങ്ങനെ കേക്കാനാ? ഫോൺ നിങ്ങളുടെ കയ്യിലല്ലേ? എന്നാ കേട്ടോ, ചെക്കന്റെ അപ്പനും അപ്പാപ്പനും കൂടി വരുന്നു. ചെറുക്കം വരുന്നില്ലേ? എന്തിനാ ചെറുക്കം വരുന്നേ? ചെറുക്കന്റെ അപ്പനെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കുന്നേ. പണക്കാരൻ, കോടീശ്വരൻ. അപ്പാപ്പൻ അതിനേക്കാൾ പണക്കാരൻ. എന്നാലും അവള് ചെറുക്കനെ ഒന്ന് കാണണ്ടേ? അവൾ എന്തിനാ കാണുന്നേ? എന്റെ ഇഷ്ടമല്ലേ നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടമല്ലേ അവളുടെ ഇഷ്ടം, അവളുടെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം. അപ്പച്ചനോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം ആലോചിക്കല്ലേ ആലോചിക്കല്ലേ എന്ന്. എനിക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ? നീ എന്റെ മോളല്ലേ? അല്ലേ? എനിക്കൊരാളെ ഇഷ്ടമാ, അയാളെ ഞാൻ കല്യാണം കഴിക്കൂ, അത് ഉറപ്പാ. അയ്യോ മോളെ ആനി, ചെറുക്കന്റെ അപ്പൻ കോടീശ്വരനാ, അത് നീ മറക്കണ്ട. മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. എന്ത് പറ്റി മക്കളെ? മുതലാളി ഞങ്ങൾക്ക് മാപ്പ് തരണം. മാപ്പോ? എന്തിന്? മുതലാളി ആരാണെന്നും മുതലാളിയുടെ വെയിറ്റ് എന്താണെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. ഞാൻ ഈ പച്ചൻ, വെയിറ്റ് 80 കിലോ. അയ്യോ അതല്ല, ഞങ്ങളുടെ ഒരാളെ അറിയാണ്ട് മുതലാളിയെ കയറി അന്നൊരു വാക്ക് വിളിച്ചില്ലേ? വാക്ക് വിളിക്കേ? വാക്കെങ്ങനാ വിളിക്കുക? മുതലാളി മുതലാളി ഞങ്ങൾക്ക് മാപ്പ് തന്നേ പറ്റൂ. അതിരിക്കട്ടെ, നിങ്ങളിൽ ആരാ തന്നെ ആ നല്ല വാക്ക് വിളിച്ചേ? ഞാനറിയാണ്ട് വിളിച്ച വാക്കാ, ക്ഷമിക്കണം. ചെറ്റേ, മഹാപെശകാണ് ഞാൻ. ഇനി മാപ്പെന്നും കോപ്പെന്നും പറഞ്ഞ് പരിസരത്തെങ്ങാനും കണ്ട മൂന്നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഒരാളെ ഒരു പ്രാവശ്യം സലാം വെച്ചാൽ മതി. ഓക്കെ സാർ. പേടിച്ചു പോയോ? പേടിക്കും. നിങ്ങളൊക്കെ ചെറുപ്പക്കാരാ. നിങ്ങളെക്കാൾ മൂത്ത ചെറുപ്പക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കാണണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗേ ഉള്ളൂ. എന്താ? സമയം കളയാതെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടോ. എന്ത് നോക്കി നിൽക്കാതെ വീട്ടിലേക്ക് പൊക്കോളാൻ. ഞാൻ പറയണമെന്ന് കേൾക്ക്. നിങ്ങളുടെ വീട്ടിലേക്കല്ല, മുതലാളിയുടെ വീട്ടിലേക്ക്. നിങ്ങളെ സഹായിക്കാൻ ഒരാളവിടെ കാത്തിരിപ്പുണ്ട്. മുതലാളിയുടെ അപ്പനായിരിക്കും. മുതലാളിക്ക് അപ്പനേ ഇല്ല, എല്ലാം അപ്പനെ അപ്പനെ. പിന്നെ ആകെ കൂടി മുതലാളിക്കുള്ളത് ഒരു കൊച്ചു കൂടപ്പറപ്പാ. ഈ ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ മുതലാളി മുട്ടുകുത്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ മുമ്പിൽ മാത്രമാ. പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു പ്രകൃത. നിങ്ങൾ ആ ചേച്ചിയെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞാ മതി, നടക്കും. നടക്കോ? നടക്കും നടക്കും നടക്കും. ഈ പാർത്തേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. അയ്യോ ആരാ നിങ്ങളൊക്കെ? ഞാൻ ഉണ്ണി, ഇത് ദാസൻ. മോനായി. ഞാൻ കൊച്ചമണി. അറിയാം, പാർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ പാർത്തേട്ടനെ അറിയോ? പിന്നെ ഞങ്ങളൊക്കെ തമ്മിൽ വലിയ അടുപ്പത്തിലാ. ആണോ? ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട. എടാ, പാർത്തേട്ടൻ പറഞ്ഞ ശരിയാ, നല്ല മനസ്സാ. അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ കയറി ചേട്ടാന്ന് വിളിക്കൂ. എന്താ ഇപ്പൊ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല. ചേച്ചി ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയാണെന്നും അന്യരുടെ വിഷമം കണ്ടാൽ ചേച്ചിയുടെ ആ വലിയ ഹൃദയം ഉരുകുമെന്നും ചുരുകുമെന്നും പാർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചായ എടുക്കട്ടെ? വേണ്ട. എന്നാ പിന്നെ ചായ എടുക്കാം അല്ലേ? വേണ്ട. ഞങ്ങളൊരു കാര്യം പറഞ്ഞ ചേച്ചി ചെയ്തു തരുമോ? എന്താ? ഞങ്ങളൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുക. എല്ലാം പാർത്തേട്ടൻ അറിയാം. ചേച്ചി മനസ്സ് വെച്ചാ നടക്കൂന്ന് പറഞ്ഞു. അയ്യോ, നടക്കുമെന്ന് പാർത്തേട്ടൻ പറഞ്ഞോ? കഷ്ടമായി പോയി. ഞാൻ മനസ്സ് വെച്ചിട്ടൊന്നുമല്ല, അറിയാതെങ്ങ് നടന്നു പോന്നതാ. അങ്ങനെ പറയരുത്, എങ്ങനെയെങ്കിലും നടക്കണം. അയ്യോ, അങ്ങനെ എപ്പോഴും എങ്ങനെയാ നടക്കുന്നേ? അതും നിങ്ങൾ ഈ നേരത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നടക്കാനാ? രാത്രി ആവുമ്പോഴേ അറിയാതെങ്ങ് നടന്നു പോന്നതാ. ചായ എടുക്കട്ടെ? അയ്യോ, പാർത്തേട്ടന്റെ ഫ്രണ്ട്സാ. അതാരാ? കൊച്ചമ്മ, ഈ പച്ചമ്മലാലിയുടെ ചേച്ചി ത്രേസ്യാമ്മ കൊച്ചമ്മ. ചായ എടുക്കട്ടെ? അപ്പൊ നിങ്ങളാ? അയ്യോ, ഞാൻ പാർത്തേട്ടന്റെ ഭാര്യ കൊച്ചമണി. അയ്യേ, ഇതിനെന്താ? അയ്യോ അയ്യോ, ഈ കൊച്ചിങ്ങൾക്ക് എന്തോ പറ്റി? പോയി ചായ കൊണ്ടുപോയോ ചേച്ചി? എന്തോന്നിനാണ് ബോംബെ മുഴുവൻ തെണ്ടിടുന്നത്? എന്റെ കാശിങ്ങനെ മുടിക്കണത് ഓൺസാൽവസ്ഥയിൽ ഇതുവരെ കിട്ടിയില്ലേ? വന്നാ ഉടനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയേ. എന്താടോ മെഴുങ്കസിയാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് തനിക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും തോന്നിയില്ലല്ലോ. ഒന്ന് പോടോ. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകില്ല. തന്നെ കൊല്ലാൻ പോകുന്നവരെ പിടിക്കാൻ ഞാൻ ഇനി നേരിട്ടിറങ്ങാൻ പോവുക. ഇതിനൊരു അവസാനം കാണണമല്ലോ. അത് തന്നെ, അന്ത്യം കാണണമല്ലോ.
തമ്പിച്ചായ ഞാൻ റെഡി. ആരാ ഇത്? ഗേളി. ഗോളിയോ? ഗോളിയല്ല, ഗേളി. ഫസ്റ്റ് കസിൻ. ഞാൻ പറഞ്ഞിട്ടില്ലയോ, ബാംഗ്ലൂരിലുള്ള അവറാച്ച വെല്ലുപ്പന്റെ മോൾ ഗേളി. ഞാൻ എപ്പോഴും പറയാറില്ലയോ, എന്റെ പാർട്ണർ ഈ പച്ചൻ. ഇതാണ് ആള്. ഹലോ ഹലോ. നമ്പർ ഈ പച്ചമോലാളി. ഞങ്ങൾ ഇവിടെയും വന്നോ? നീക്ക് എന്താടാ വിചാരിച്ചേ? ത്രേസ്യാമ്മ ചേച്ചി വിളിച്ചു പറഞ്ഞ എന്റെ മനസ്സ് മാറുന്നോ? അറിയി പോടാ. പോകാം, പക്ഷേ മുതലാളി അന്ന് കൊലപാതകികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞങ്ങള് കാരണമാ. തെണ്ടാവുന്നിടത്തുനിന്നൊക്കെ തെണ്ടിയാ ഞങ്ങൾ ആ സ്ഥാപനം തുടങ്ങിയതിന്റെ 16-ന് അങ്ങ് കൊടുങ്കാറ്റ് പോലെ വന്ന് ഇടിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയേ. കറക്റ്റ് 16-നാ? ഞാൻ വിചാരിച്ച് 28-നാണെന്ന്. അങ്ങ് വലിയവനാണ്, വിശാല ഹൃദയനാണ്, മനസ്സിലുള്ളവനാണ്, ആരെയും സഹായിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാര്യം വന്നപ്പോ മാത്രം. പോവാ മുതലാളി, ഞങ്ങൾ പോവാ. ഒന്നോർത്തോ, മുതലാളിയെ കൊല്ലാൻ അവന്മാർ ഇനിയും വരും, ഷുവർ. അപ്പം മുതലാളി എവിടെ ആണെങ്കിലും ശരി, ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങളെ നെഞ്ച് കാണിച്ചു കൊടുത്തോണ്ട് പറയും, ഞങ്ങളെ കൊന്നോ ഈ നല്ല മനുഷ്യനെ വെറുതെ വിടുന്ന്. ബൈ. പോവാ. ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാതെ ആർക്കും ഒരു സഹായവും ഞാൻ ചെയ്യാറില്ല. എന്റെ ത്രേസ്യാമ്മ ചേച്ചി പറഞ്ഞപ്പോഴും എനിക്ക് നിങ്ങളെ കുറിച്ച് അത്ര വിശ്വാസം വന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് ബോധ്യമായി നിങ്ങൾ നല്ല കുട്ടികളാണെന്ന്. താങ്ക് യു. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാനോ? നിന്നെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? അന്ന് നീ എന്നെ എന്താ വിളിച്ചത്? റാസ്കൽ. വീണ്ടും വിളിക്കുന്നു. എന്നെ പിടിച്ച് പുറത്താക്ക്. അന്നത്തെ ആവേശത്തിന് ആളറിയാതെ ഞാൻ റാസ്കലിനെ വിളിച്ചതാ. സത്യത്തിൽ ഞാൻ ഭയങ്കര ഇപ്പൊ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, പുള്ളിക്കാരൻ ഭയങ്കര ചൂടല. ഇനി ഇവിടെ വന്നാൽ കൂടുതൽ പ്രശ്നവും. നടക്ക്. അവനെ വിളിച്ചാടോ? ഓ അതെ, ഈ പച്ച കമ്പനിയിൽ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യുമ്പോ പാർട്ട്ണറായി എന്നെയും കൂടെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതല്ലേ അതിന്റെ ഒരു ഇത്. ഈയിടെയായിട്ട് അതിന്റെ ഒരു ഇത് എനിക്ക് അല്പം കുറവാ. ഇതിന്റെ ഒരു അത് അല്പം കൂടുതലാണ്. മനസ്സിലായില്ല? പണ്ട് ആർക്കിമിഡീസ് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് ലോകമൊട്ടുക്കും ഓടിയതിന്റെ 10 ഇരട്ടി വേഗത്തിൽ ഞാൻ ഓടി. രക്ഷിക്കണേ രക്ഷിക്കണേ നല്ലൊരു വിളിച്ചുകൊണ്ട്. അന്ന് ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നോ? പാർട്ട്ണറാണ്, അതുകൊണ്ട് പാതി ഇവിടെ ഞാൻ കൊണ്ടോളാന്ന് പറഞ്ഞ് ഇല്ലായിരുന്നല്ലോ. ഞാനൊരു ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി, സോറി. എന്തായാലും ഞാൻ ആ പിള്ളേരെ അപ്പോയിന്റ് ചെയ്തു പോയി. തറവാടികൾക്ക് വാക്കാണല്ലോ വലുത്. ഇനി എന്റെ കാര്യം ആ പിള്ളേര് നോക്കിയോളൂ. വരട്ടെ. ദൈവത്തെ മാത്രം വിചാരിച്ചാ പോരാ, സെൽഫ് കൺട്രോൾ പോകാതെ നോക്കണം. സെൽഫ് കൺട്രോളോ? ഇത് നോക്കിയേ, ഇവിടെ മൊത്തം ഒരു വിമൻസ് കോളേജ് എഫക്റ്റ് അല്ലേ? ഓ, നിന്റെ ഒരു കാര്യം. എടാ, നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലേ ഈ പച്ച മുതലാളിക്ക് നമ്മളോടൊരു സിമ്പതി വരൂ. എന്ന് വെച്ചാ നമ്മൾ മിടുക്കന്മാരാണെന്ന് തെളിയിച്ച് എങ്ങനെയെങ്കിലും ഈ ഓഫീസിന്റെ മെയിൻ പാർട്ടീസായി മാറണം. അപ്പൊ മുതലാളി നമ്മളോട് കൂടുതൽ എടുക്കും. മുതലാളി, 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 എന്റെ കാര്യം എന്തായാലും ഒന്ന് തീർത്തു തരണം. നിന്റെ കാര്യം ഞാൻ തീർത്തേരാം. മുതലാളി അവിടെ. മോനെ വേണ്ട, ഞാനാ പറയുന്നത്. എനിക്ക് മുതലാളിയെ കാണണം. നിങ്ങൾ മാത്രം അങ്ങനെ ജോലി ചെയ്ത് സുഖിച്ച് ജീവിക്കണ്ട. എനിക്കും ജോലി വേണം, എനിക്കും ജീവിക്കണം. മോനെ ബഹളം വേണ്ട, ഞാനല്ലേടാ പറയുന്നേ. അടുക്കരുത്, അടുക്കരുതാ പറഞ്ഞേ. മുതലാളി, മുതലാളി. മുതലാളി എന്നോട് ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ അവനെ എറിഞ്ഞതാ. എറിഞ്ഞു പൊട്ടിക്കാൻ എന്റെ കമ്പനി പ്രോപ്പർട്ടി നിനക്ക് കിട്ടിയുള്ളോ? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പരിസരത്ത് കാലുകുത്തരുതെന്ന്? ഓടാ. മുതലാളി എന്റെ ജോലിക്കാര്യം
നോക്കി നിൽക്കാതെ പിടിക്കടാ. എന്നെ അല്ലടാ, ഈ കൊരങ്ങനെ പിടിച്ച് പുറത്താക്ക്. ഇവനെ പിടിച്ച് പുറത്താക്കണോ? ഈ വെള്ള കൊരങ്ങനെ പുറത്താക്കും. കരിങ്കാലികളെ നോക്കിക്കോ, ഇവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നേരെ വീട്ടിലേക്കല്ലേ പറഞ്ഞത്. കാണിച്ചു തരാടാ ഞാൻ. പോടാ ചാട്ടിയന്മാര്. അവൻ ഇനി ഇവിടെ ജോലി എന്നും പറഞ്ഞു വന്നാ ആദ്യം പോകുന്ന നമ്മുടെ ജോലിയായിരിക്കും. മനസ്സിലായടാ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. അതെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ മുതലാളി നിന്നെ പിടിച്ച് പുറത്താക്കി. അതേടാ എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സമ്മതിച്ചു. പക്ഷെ അയാൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് മരിച്ചാൽ എന്റെ മനസ്സിന് പോലടാ. ഏത് വാക്ക്? എന്താടാ നോക്കി നിൽക്കുന്നേ? പിടിച്ച് പുറത്താക്കടാ ഈ കൊരങ്ങനെ. ഇല്ലേ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പിടിച്ച് പുറത്താക്കും. എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോ നീയൊക്കെ കൂടി നോക്കിന്നില്ലടാ. അതൊക്കെ ശരി മോനായി. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും മുതലാളിയെ സോപ്പിട്ട് നിന്റെ ജോലിക്കാര്യം ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണോ? ഉറപ്പാ. എന്നാൽ എത്രയും പെട്ടെന്ന് ജോലി ശരിയാക്കിക്കൊള്ളണം. ഇല്ലെങ്കിണ്ടല്ലോ അവിടെ കയറുന്ന മൊത്തം കുളം തോന്നി. എന്തിനാ അങ്ങനെ നിങ്ങൾ മാത്രം ജോലി ചെയ്ത് സുഖിച്ചാ പോരല്ലോ. ഒന്നില്ലെങ്കിൽ നമ്മൾ 3 പേര് അകത്ത്, അതല്ലെങ്കിൽ 3 പേരും പുറത്ത്. മോനെ എന്താടാ ഇത്? ആരാടാ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട്? ആരാടത്? ആരാടാ നീ? ഞാൻ നിങ്ങളെ പോലെ ഒരാണാ. എടാ ദാസ്, ആരാടാ ഇവൻ? വാലിത്തിരി കൂടുതലാണല്ലോ. പാലത്തിരി കൂടുതലാണെന്ന് കുട്ടപ്പള്ളിയും പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ കണ്ടുവരുന്ന സാധനം എന്തിനാ അതെടുത്ത് പുറത്തിട്ട്. ഞങ്ങളുടെ വീട്. ആ ഞങ്ങളുടെ വീട്. ഇവനൊരു എല്ല് കൂടുതലാണല്ലോ. ആരാടാ നീ? എടുത്തകത്തിറതൊക്കെ പോടാ. ഓഹോ, അപ്പൊ ഇങ്ങനെ ഒരു സാധനം അകത്തുണ്ടായിരുന്നല്ലേ? ഇയാളാരാ? ഞാൻ ആരാന്നോ? പട്ടാപ്പകല് 18-കാരിയെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയി പരോളിനിറങ്ങിയ ഒരു പാവം കൊലയാളി. ജാതക പ്രകാരം ഇനിയും ഒരു കൊലപാതകം കൂടി ബാക്കിയുണ്ട്. എന്താ? ഓഹോ, എന്നാ ഇയാള് എത്രയും പെട്ടെന്ന് ആരെങ്കിലും കൂടെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നേ. ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാലോ. എടീ, എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? 3 ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന ഈ വീട്ടിൽ കയറി നിങ്ങൾ താമസിച്ച നാട്ടുകാർ ഞങ്ങളെ പറ്റി എന്ത് വിചാരിക്കും? ഞങ്ങളെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങളെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കും? പെട്ടിയും കിടക്കും കെട്ടിപ്പറക്കി പെട്ടെന്ന് ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ ഓഹോ, അത് താനാണോ തീരുമാനിക്കുന്നേ? എന്നാൽ ഇപ്പൊ ഇറങ്ങാൻ സൗകര്യമില്ല. താൻ എന്തോ ചെയ്യും? എന്താ നോക്കുന്നേ? നിങ്ങളുടെ വീട് ഞങ്ങൾ കയ്യേറിയെന്ന് പറഞ്ഞ് ചെന്ന് കേസ് കൊടുക്ക്. എന്താ മോളിത്? പോകാൻ പറയാമേ. ഇവരൊന്നും ഒരു മണ്ണാങ്കട്ടി ചെയ്യില്ലെന്നേ. ഉണ്ണിദാസ, ഇനി ഇവരോട് സംസാരിച്ച് എന്നിട്ട് യാതൊരു കാര്യമില്ല. നിക്കേ കുട്ടമ്പള ചേട്ടാ, ആരാ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട്? ഓ ഇതാണോ? അത് തന്നെ. താഴെ ഞാൻ അവർക്ക് വാടക കൊടുത്തിരിക്കാം. നിങ്ങൾ മുകളിലേക്ക് പോയി. പിള്ളച്ചേട്ടാ, എന്ത് തോന്നിയാസോ ഇത്? തോന്നിയാസോ? ഞാൻ എന്റെ വീട് ആർക്ക് വേണമെങ്കിലും വാടക കൊടുക്കും. നീയൊക്കെ ആരാ ചോദിക്കാൻ? വെറുതെ അല്ലല്ലോ, മാസാമാസം ഞങ്ങൾ വാടക തരുന്നില്ലേ? പിന്നെ വാടകയുടെ പ്രശ്നമാണെങ്കിൽ വിഷമിക്കാനൊന്നും. വാടക വേണ്ടേ? വാടക വേണം, പക്ഷെ അതിന് നേർപ്പകുതി വാടക മേലിലുള്ളൂ. നിങ്ങൾ മുകളിലേക്ക് പോയിക്കോ. പിള്ളച്ചേട്ടാ, ഒന്നും പറയണ്ട, നിങ്ങൾ ചെല്ലേ. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയായിരുന്നല്ലേ? എടാ ദാസ മോനെ, വാടാ, നമുക്ക് അവരെ പിടിച്ച് പുറത്താക്കാം. പിള്ളച്ചേട്ടൻ എന്തെങ്കിലും ചെയ്യും, ഞങ്ങൾ കാണട്ടെ. മോനെ ഉണ്ണി നിക്കേ. കയ്യൊന്നൂറും. എന്നോട് ഇവരോട് ചൂടായിട്ടൊരു കാര്യമില്ല. ഇവരെ കൊണ്ടുവന്നത് അച്ഛനാ. അച്ഛനോ? ഏതാ അച്ഛൻ? ബുള്ളറ്റ് അച്ഛൻ.